എങ്ങനെയെങ്കിലും മൂന്നാമതും സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് CPM-ന്റെ LDF-ന്റെ ലക്ഷ്യം. പക്ഷെ അതിനേറ്റ തിരിച്ചടിയായിരുന്നു ഇത്തവണ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് CPM നേതൃത്വം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത്ര പെട്ടെന്ന് അവർക്ക് നികത്താനാവില്ല എന്നവർക്കറിയാം. നേരത്തെയൊക്കെ CPM-നെതിരെ എന്ത് തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും ഉടൻ തന്നെ ജനജാഗരണ പരിപാടികളും ഗൃഹസമ്പർക്കങ്ങളൊക്കെ നടത്തി അതിനെ മറികടക്കുകയായിരുന്നു CPM-ന്റെ പതിവ്. പക്ഷെ ഇത്തവണ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ വളരെ അത്ര എളുപ്പമല്ല കാര്യങ്ങളല്ല എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തു തന്നെ ആയാലും എങ്ങനെയെങ്കിലും മൂന്നാം തവണയും അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വളരെ ജാഗ്രതയോടുകൂടി നീങ്ങുകയാണ് CPM നേതൃത്വം. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയൊരു സ്ട്രാറ്റജി അവരെടുത്തിരിക്കുന്നത് BJP-യുടെ ഘടകകക്ഷിയായ BDJS-നെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. ഒന്ന്, 2019 പോലെ തന്നെ അവരുടെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും, ഒരാളൊഴികെ ഏതാണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു. പക്ഷെ അതിനേക്കാൾ അവർക്ക് തിരിച്ചടി ഉണ്ടായത് BJP അവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ഇരച്ചു കയറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിലൊക്കെ BJP നേടിയ വോട്ട് അത് CPM-നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. കാരണം കേരളത്തിൽ CPM എന്ന് പറയുന്നത്, CPM-ന്റെ അടിസ്ഥാനപരമായ വോട്ട് എന്ന് പറയുന്നത് ഈഴവ വോട്ടർമാരാണ്. ഹിന്ദു വിഭാഗത്തിലാണ് CPM-ന് കൂടുതൽ സ്വാധീനമുള്ളത്. അതിൽ തന്നെ ഈഴവ വോട്ടർമാരാണ് CPM-ന്റെ ഏറ്റവും വലിയ അടിത്തറ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയ പ്രകടനം അത് ശരിക്കും CPM-നെ അവരെ സ്തബ്ധരാക്കിയിരുന്നു. കാരണം ഈഴവ വോട്ടുകൾ വലിയ തോതിലാണ് BJP-യിലേക്ക് ഒഴുകിയത്. BJP-യെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ട് അവർക്ക് അത്രയൊന്നും ശക്തിയില്ലാത്ത പ്രദേശങ്ങളാണ് ആലപ്പുഴയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ ആറ്റിങ്ങൽ ഭാഗത്തൊക്കെ. പക്ഷെ ഈ ഭാഗത്തൊക്കെ BJP വലിയ കടന്നുകയറ്റമാണ് നടത്തിയത്. കാട്ടാക്കട നിയോജകമണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും, ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തി. BJP-യും ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം വലിയ തോതിൽ CPM-ന്റെ വോട്ട് BJP സമാഹരിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ആലപ്പുഴയിലും നടന്നത്. ആലപ്പുഴയിലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് BJP വോട്ട് പിടിച്ചത്. ഇതൊക്കെ തന്നെ ഈ ഒരു മാറ്റത്തിന് തയ്യാറായത്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റം കൂടുതലും ഈഴവ വോട്ടർമാരിലാണ് മാറ്റമുണ്ടായത് എന്നാണ് CPM-ന് മനസ്സിലായത്. അങ്ങനെ തങ്ങളുടെ തെക്കൻ കേരളത്തിൽ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഈഴവ കേന്ദ്രങ്ങളിലേക്ക് തന്നെ വലിയ തോതിൽ BJP സ്വാധീനം വർദ്ധിക്കുന്നു. അവർ BJPക്ക് വോട്ട് ചെയ്യുന്നു, BJPയുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ഈഴവ സമുദായം ഏതാണ്ട് BJPയുടെ കൂടെ പോകുന്നു എന്ന സ്ഥിതി വന്ന സമയത്താണ് CPM-ന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ അപകടകരമാണെന്ന് മനസ്സിലായത്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി എന്ന നിലയിലാണ് അവരിപ്പോൾ ഏറ്റവും എടുത്തിരിക്കുന്നത് BDJS-നെ, BJPയുടെ സഖ്യകക്ഷിയായ BDJS-നെ ഏത് വിധേനയും തങ്ങളുടെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം BDJS എന്ന് പറയുന്നത് SNDP നേതൃത്വം മുൻകൈയെടുത്ത് രൂപീകരിച്ച പാർട്ടിയാണ് BDJS. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ പാർട്ടിയിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മകനാണ് പാർട്ടിയെ നയിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും താൻ ഇടതു മുന്നണിയിലാണോ എന്ന് ചോദിച്ചാൽ ഇടതു മുന്നണിയിലാണ്, BDJS-ന്റെ കൂടെയാണോ എന്ന് ചോദിച്ചാൽ BDJS-ന്റെ കൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ നടത്തും. പക്ഷെ അദ്ദേഹം ഇടതു മുന്നണിയാണ് അനുകൂലിക്കുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് BDJS BJPയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. BJP കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് കൊണ്ടാണ് BDJS BJPയുടെ കൂടെ കൂടിയത്. അവർ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ, അതായത് കേരളത്തിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ, തങ്ങൾക്കാകാവുന്ന ഈഴവ വോട്ടുകൾ BJPക്ക് നൽകുന്ന സമയത്ത് തങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് വേണ്ടത്ര സഹായ സഹകരണങ്ങൾ കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കാര്യമായിട്ടുള്ള BJPയിൽ നിന്ന് അവർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നൊന്നും കിട്ടിയില്ല. തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു രാജ്യസഭാ MP പോലും ആകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു, ഈ മിനിമം MP ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ യാതൊരു കാര്യങ്ങളും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. ചില കോർപ്പറേഷൻ മാത്രമാണ് കിട്ടിയത്. അതും കാര്യമായ ഒരു നേട്ടമായിട്ട് അവർ കരുതുന്നില്ല. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഇനി എന്തിനാണ് BJPയിൽ തുടരുന്നത് എന്ന ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം അവരിലും അത്
ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ BJPയുടെ അണികൾ പൂർണ്ണമായിട്ടും BDJSനെ അംഗീകരിക്കുന്നില്ല. കാരണം പല സ്ഥലത്തും വളരെ കാര്യമായ മത്സരം BDJSന് കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ പോലും BDJSന്റെ സ്ഥാനാർത്ഥികൾക്ക് BJPയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതിന് മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം BJPയുടെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് RSS ആണ്. RSSലേക്ക് ഈഴവ യുവാക്കൾ കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പം BDJSന്റെ സഹായമില്ലാതെ തന്നെ ഈഴവരിലേക്ക് RSS എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു BDJSനെ വലിയ തോതിൽ അംഗീകരിക്കേണ്ട എന്ന നിലപാടാണ് പൊതുവെ BJPക്കുള്ളത്. പക്ഷെ രാഷ്ട്രീയമായിട്ട് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ BDJSനെ അവർ കൂടെ നിർത്തുന്നു. പക്ഷെ BDJSന് കാര്യമായ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പങ്കാളിത്തം ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതും BDJSനെ നിരാശരാക്കുന്നുണ്ട്. മറുഭാഗത്ത് CPMനാണെങ്കിൽ CPMന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈഴവ വോട്ടുകൾ ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ CPMന്റെ നേതാക്കന്മാരൊക്കെ തന്നെ നേതൃമുഖമൊക്കെ തന്നെ ഒരു നായർ മുഖമാണുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ CPMന് ജയിച്ചു വരണമെങ്കിൽ അവർക്ക് ഈഴവ വോട്ടുകൾ, തങ്ങളുടെ വോട്ട് ബാങ്കായിരുന്ന ആ ഈഴവ വോട്ടുകളെ പിടിച്ചു നിർത്തണം. തങ്ങളൊരു ഈഴവരെ അങ്ങനെ അവഗണിക്കുന്നില്ല എന്നവർക്ക് തോന്നണം. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈഴവനാണെങ്കിലും തിരുവനന്തപുരത്തൊക്കെ പാർട്ടിയുടെ നേതൃത്വം നായർ കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈഴവ വോട്ടുകൾ സമാഹരിക്കുക, നഷ്ടപ്പെട്ട ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കുക, ഇതിന് BDJSന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ ഗുണപ്രദമാവും. അങ്ങനെ വരുന്ന സമയത്ത് SNDP യോഗത്തിന്റെ ഏതാണ്ട് പൂർണ്ണ പിന്തുണ തങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് പഴയ കാലത്തേക്ക്, അതായത് ഈഴവ വോട്ടുകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിരുന്ന CPM ആ പഴയ കാലത്തേക്ക് അതേ സ്ഥിതി തുടരാൻ വേണ്ടി, കാരണം ഇടക്കാലത്ത് BJPയിലേക്ക് തിരിച്ചുപോയ ഈഴവ വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി BDJSനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അതിന് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് അവരെ ആശ്രയിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും BDJSന് പല സ്ഥലത്തും അവർ പ്രതീക്ഷിച്ച സീറ്റുകൾ മത്സരിക്കാൻ കിട്ടിയില്ല. BJP പല സ്ഥലത്തും ജയിച്ചു എന്നെങ്കിലും BDJS സ്ഥാനാർത്ഥികൾ ഒന്നും തന്നെ ജയിച്ചില്ല. പല മേഖലകളിലും BJP മത്സരിച്ച മേഖലകളിലൊക്കെ BJP തൂത്തുവാരിയ സമയത്ത് BDJSന് മതിയായ പരിഗണനകൾ കിട്ടിയില്ല. അവരുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയി. അതിനർത്ഥം RSS BJP അണികൾ BDJSന് വേണ്ടിയിട്ട് കാര്യമായിട്ട് യത്നിച്ചില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ, തങ്ങളുടെ പാർട്ടി ശക്തമാവണമെങ്കിൽ അത് CPMന്റെ കൂടെ നിൽക്കുന്നതാണ് കൂടുതൽ ഭേദം എന്നവർക്ക് പലർക്കും തോന്നിയിട്ടുണ്ട്. കാരണം RSS BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമുദായത്തിലെ എല്ലാവരെയും തങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു BDJSനെ പോലത്തെ ഒരു പാർട്ടി ശക്തമാവുന്നത് തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പക്ഷേ തൽക്കാലം വോട്ട് നേടാൻ വേണ്ടി BDJSനെ കൂടെ നിർത്തുന്നു എന്നുള്ളതാണ് BJPയുടെ സ്ട്രാറ്റജി എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ BDJSനെ എങ്ങനെയെങ്കിലും ഇടതുപാളയത്തിൽ എത്തിക്കാനുള്ള വളരെ കാര്യമായ ശ്രമമാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ളത്. CPM അതിന്റെ പ്രാഥമികമായ ചർച്ചകൾ നടന്നു വരികയാണ്. ഈ ഒരു ഉദ്യമത്തിൽ CPM വിജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. BDJSനെ കൂടി കിട്ടുകയാണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജിൽ തങ്ങൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്കറിയാം 2010 തെരഞ്ഞെടുപ്പിൽ CPM വളരെ പുറകിലായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ 2011 തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസമില്ലാതെ, പ്രതിപക്ഷത്തായെങ്കിൽ പോലും വലിയ വ്യത്യാസമില്ലാതെ LDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനേക്കാൾ സുരക്ഷിതമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനം. പിറകോട്ട് പോയെങ്കിലും അത്രയധികം മോശമായിട്ടില്ല. BDJSനെ കൂടി കൂട്ടുകയാണെങ്കിൽ തങ്ങൾക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് CPMന്റെ പ്രതീക്ഷ. BDJSനെ സംബന്ധിച്ചിടത്തോളം ഇനി തങ്ങൾക്ക് കാര്യമായിട്ടൊന്നും NDA മുന്നണിയിൽ നിന്ന് കിട്ടില്ല എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നില്ല, തങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, തങ്ങൾക്ക് അധികാരം കിട്ടുന്നില്ല. തങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് നേട്ടമുണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതേസമയത്ത് BDJSന് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന അഭിപ്രായമാണ് BDJSനെ അണികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ച് അവർക്ക് LDFന്റെ കൂടെ നിന്നാൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചു വരാനാണ് LDF ശ്രമിക്കുന്നത്. ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി BDJSന് LDFിലേക്ക് പ്രവേശനം നേടാം. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ
തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണമെങ്കിൽ കേരളത്തിൽ മന്ത്രിയാകാം. അതിനുള്ള എല്ലാ സാധ്യതയും അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് സമീപകാല ഭാവിയിൽ ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പെങ്കിലും BDJS LDF പക്ഷത്തേക്ക് വരും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നടന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.